സംഭാവന കൊള്ളയ്ക്ക് പുറമെ അയോധ്യ രാമക്ഷേത്രത്തിലെ നിയമനങ്ങളും സംശയനിഴലിൽ. കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ നിയമനങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. 5 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടുകളും SIT പരിശോധിക്കും. അതേസമയം സംഭാവന കൊള്ളയിൽ പ്രതികളിൽ നിന്ന് അമേരിക്കൻ ഡോളറും സ്വർണവും വെള്ളിയും അന്വേഷണ സംഘം കണ്ടെത്തി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത VG ചേരുന്നു. വിനീത VG, വലിയ കൊള്ളയാണ് നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെയുള്ള ഭക്തർ നൽകിയ ഡോളറുകൾ പോലും അടിച്ചുകൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ ദിവസമാണ് ഈ അറസ്റ്റിലായ 8 പ്രതികളിൽ നിന്നുമായി 80 ലക്ഷത്തിലധികം രൂപ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തുക കണ്ടെത്തിയത് ഈ കേസിലെ പ്രധാന പ്രതിയായ അവിനാഷ് ശുക്ലയുടെ പക്കൽ നിന്നാണ്. 20 ലക്ഷം രൂപയാണ് അവിനാഷ് ശുക്ലയുടെ പക്കൽ നിന്ന് കണ്ടെത്തിയത്. ഒപ്പം തന്നെ അവിനാഷ് ശുക്ല താമസിച്ചിരുന്ന യോഗ സെന്ററിൽ നിന്ന് ഒരു പെട്ടിയും, ഈ സംഭാവനകൾ സ്വീകരിക്കുന്നതിനുള്ള QR കോഡ് പതിപ്പിച്ച പെട്ടിയും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ US ഡോളറുകൾ കൂടി പ്രതികളുടെ പക്കൽ നിന്ന് കണ്ടെത്തിയെന്ന അന്വേഷണ സംഘം പറയുന്നത്. അത് ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുറത്തു നിന്നൊക്കെ എത്തുന്ന വിശ്വാസികളുണ്ട്. അവർ ക്ഷേത്രത്തിലേക്ക് എത്തുകയും അവിടെ കാണിക്കയായി അർപ്പിക്കുകയും ചെയ്യുന്ന ഈ ഡോളറുകളാണ് പ്രതികൾ മോഷ്ടിച്ചിരിക്കുന്നത്. 1000-ലേറെ ഡോളറുകൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ 11 ഗ്രാം സ്വർണവും 375 ഗ്രാം വെള്ളിയും ഈ സംഭാവനകളായി ക്ഷേത്രത്തിന് ലഭിച്ചതിൽ നിന്ന് പ്രതികൾ മോഷ്ടിച്ചു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ മോഷ്ടിച്ച തുകയും ഈ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഉപയോഗിച്ച് പ്രതികൾ വസ്തുവും വീടും ഒക്കെ വാങ്ങിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഈ ലവ്കുഷ് മിശ്രയുടെ ഒരു വീട്, അദ്ദേഹത്തിന്റെ ഒരു കെട്ടിടം അയോധ്യയിൽ നിർമ്മിക്കുകയുണ്ടായിരുന്നു. ആ നിർമ്മിച്ച കെട്ടിടത്തിന് മാനദണ്ഡങ്ങൾ ഇല്ല എന്നാണ് UP സർക്കാരിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇതിനെ തുടർന്ന് ഒരു നോട്ടീസ് കൂടി ലവ്കുഷ് മിശ്രയുടെ ബന്ധുക്കൾക്ക് അന്വേഷണ സംഘം നൽകിയിരിക്കുകയാണ്. അതിൽ ഈ മാനദണ്ഡങ്ങൾ ഉണ്ട് എങ്കിൽ അത് സാധൂകരിക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകണമെന്നും അല്ലാത്ത പക്ഷം ആ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. SITയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഘട്ടങ്ങളിലൂടെയും കണ്ടെത്തലുകളുമാണ് ഈ ഘട്ടത്തിൽ SIT നടത്തുന്നത്. 15 ദിവസത്തേക്ക് കൂടി ഈ അന്വേഷണത്തിനായി കൂടുതൽ സമയം അവർക്ക് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരെയും ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന ഓഡിറ്റ് റിപ്പോർട്ടുകൾ SIT സംഘം പരിശോധിക്കും. ഒപ്പം തന്നെ 125 പേരെയാണ് ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് പിന്നീട് നിയമിച്ചിരിക്കുന്നത്. ഈ നിയമനങ്ങൾ നടപ്പാക്കുന്നതിനായി പ്രതികൾ ഈ പണം വാങ്ങിയതായിട്ടുള്ള ഒരു മൊഴി അവിനാഷ് ശുക്ലയുടെ പക്കൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഇക്കാര്യങ്ങളടക്കം അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അതേസമയം ഒരു CBIക്ക് അടക്കം അന്വേഷണം കൈമാറുന്നതിനെ കുറിച്ചും UP സർക്കാർ ആലോചിക്കുന്നുണ്ട്. ദിലീപ് കുമാർ, അമ്പരപ്പിക്കുന്ന അമ്പലക്കൊള്ളയാണ് അയോധ്യയിൽ നടന്നത്. ഓരോ ദിവസവും കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭക്തർ സമർപ്പിച്ച ഡോളർ വരെ അടിച്ചുകൊണ്ടുപോയി എന്ന വാർത്ത വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള നിയമനങ്ങൾ കൂടി പരിശോധിക്കുന്നതിന് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് വിനീത VG. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.